ഇപ്പം മാം നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് മൂവിയിലേക്ക് വന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ആ ഒരു തീരുമാനം മാമിൻ്റെ ലൈഫിനെ എങ്ങനെയാണ് മാറ്റിമറിച്ചത്? ഞാൻ ഒരിക്കലും മൂവി ഫോട്ടോഗ്രാഫി മനസ്സിലില്ല. ഞാൻ അത് ആക്സിഡൻ്റലി വന്നതാണ്. ഞാൻ ഇടയ്ക്ക് ബാംഗ്ലൂർ വർക്ക് ചെയ്ത ടൈമിൽ എനിക്കൊരു മോശം ഡിപ്രഷൻ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ലവ് ആക്ഷൻ ഡ്രാമയുടെ ഷൂട്ട് കിടക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഞാനെല്ലാം ഡിസ്കസ് ചെയ്യുന്ന എൻ്റെ നല്ല സുഹൃത്താണ്. അപ്പോൾ ആ ഒരു ഡിപ്രഷൻ ഭയങ്കര ഒരു പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇവിടെ എനിക്ക് ഞാൻ നയൻതാരനെ കാണണമെന്ന് പറഞ്ഞു. എനിക്ക് ബേസിക്കലി നയൻതാര ഭയങ്കര ഇൻസ്പയർ ആയിട്ടുള്ള ഒരാളാണ്. ഐ മീൻ ഇപ്പം മൂവിയിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ശരി നീ ചെന്നൈക്ക് വന്നു. അപ്പോൾ ലാസ്റ്റ് ഷെഡ്യൂളാണ് അതിൻ്റെ മുമ്പ്. ബാക്കി കഴിഞ്ഞു ലാസ്റ്റ് ഒരു 15 days 16 അത്രയൊക്കെ ഉള്ളൂ ഷൂട്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പോയതാണ് നയൻതാരനെ കാണാൻ. അപ്പോൾ എന്തായാലും നീ വരുമല്ലേ, ക്യാമറ എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ആകെ 2 ദിവസത്തെ ഡ്രസ്സൊക്കെ കൊണ്ടായിട്ട് പോയത് നയൻതാരനെ കണ്ടിട്ട് വരാനുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ആ ഫോട്ടോ എടുത്ത് തുടങ്ങിക്കോളാം പറഞ്ഞു. അവൻ ഓക്കെ, ഒരിക്കലും ഞാൻ മൂവി എന്നുള്ളൊരു ഇതേ എൻ്റെ മൈൻഡിലില്ല. അങ്ങനെ ഞാൻ ശരി അന്നെടുക്കാം അല്ലേ, ഞാൻ എടുത്തപ്പോൾ എനിക്കും അപ്പോഴും പേടിയാണ്. എനിക്ക് അറിഞ്ഞുകൂടാത്ത, നമ്മൾ ഈ വെഡ്ഡിങ്ങിന് കാണുന്ന പോലെയൊന്നും അല്ലല്ലോ. ഇതെല്ലാം ടെക്നീഷ്യൻസ്, ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അത്രയും ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ പിടിച്ച് വെറുതെ അങ്ങാടും നടക്കില്ല ആദ്യത്തെ ഒരു ദിവസം. അപ്പോൾ അവിടുത്തെ ഫോട്ടോഗ്രാഫറിൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ എടുത്തോ എന്ന് പറയും. ഞാൻ പിന്നെ എനിക്കിങ്ങനെ ടെൻഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ എടുത്ത് കംഫർട്ടായി. അപ്പോൾ എൻ്റെ അടുത്ത് ഓക്കെ അല്ലേ എപ്പോഴും ഞാൻ വന്ന് ചോദിക്കും. എൻ്റെ ഇത് അറിയുന്നതുകൊണ്ട് ഓക്കെ അല്ലേ. അപ്പോൾ അവൻ പറഞ്ഞൊരു കേസ് വെച്ചാൽ അവിടെ ആർക്കും എന്നെ അറിയത്തില്ല. എനിക്ക് അറിയുന്ന 2-3 പേരുണ്ട്, അതർവൈസ് വേറെ ആർക്കും അറിയത്തില്ല, എൻ്റെ ഇഷ്യൂസ് അറിയത്തില്ല. അപ്പോൾ പുതിയ ആൾക്കാരും പുതിയ പ്ലേസും ബിസി ആകുമ്പോൾ നമ്മൾ കുറേ ഓക്കെ ആവും. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എന്തോ ഭാഗ്യം കൊണ്ട് ഞാനെടുത്ത ഫോട്ടോസാണ് മാഗസീൻസ് വന്നത്, പോസ്റ്റേഴ്സ് ഡിസൈൻസ് വന്ന എല്ലാം അതിലായിരുന്നു. അത് ഒരു ടേണിംഗ് പോയിൻ്റായി, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തത്. പിന്നെ അവിടുന്ന് മൂവി വരാൻ തുടങ്ങി എനിക്ക്. അതിൽ ലാസ്റ്റ് ഷെഡ്യൂളാണ് കയറിയത്. അതിൽ ഒഫീഷ്യലായിട്ട് വേറെ ഫോട്ടോഗ്രാഫർ ഉണ്ട്, സോ അസിസ്റ്റന്റ് എന്ന ഇതിലാണ്. അതാണ് എൻ്റെ ഫസ്റ്റ്. ഞാൻ സെലിബ്രിറ്റി ഷൂട്ട് ചെയ്യും. ഞാനിപ്പോൾ 10 വർഷമായിട്ട് തന്നെ 12 വർഷമായിട്ട് ഞാൻ സെലിബ്രിറ്റി ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് മൂവിയുടെ പുറത്താണല്ലോ, പ്രൊമോഷൻ വർക്കിനാണെങ്കിലും മാഗസീൻസിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് വന്നത് ഈ ലവ് ആക്ഷൻ ഡ്രാമ ശേഷമാണ് ഈ മൂവിയിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് വന്നത്. ഇപ്പോൾ മാം എത്രത്തോളം മൂവി ചെയ്തിട്ടുണ്ടാവും? 4-5 മൂവീസ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. അതിൽ ഒരെണ്ണം ഒരു ഫെസ്റ്റിവൽ മൂവിയാണ്, ലാംഗ്വേജ് ഇല്ല. മീൻസ് എന്താ പറയുക, ഒറ്റ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. ജൂലിയാന എന്നാണ് പേര്. പ്രശാന്ത് മാമ്പിള്ളി ഡയറക്റ്റ് ചെയ്ത മൂവിയാണ്. അത് ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് ഹിന്ദിയാണോ ഇംഗ്ലീഷാണോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇമോഷൻസേ ഉള്ളൂ. ഒരു പെൺകുട്ടിയുടെ തലയിൽ കുടം വീഴുന്നതും, അപ്പോൾ അതുമൂലം സ്ട്രഗിൾ ചെയ്യുന്നതാണ്. കാണില്ലല്ലോ, ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ്, ഒരു കുന്നിൻ്റെ മേലെയാണ്. അപ്പോൾ അവളത് ഊരാൻ പെടുന്ന പാടും, ഫുഡ് കഴിക്കാനാണെങ്കിലും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഉള്ളൊരു അപ്പം അതിലെ ഇമോഷൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ എന്താ പറയുക, വേറെ ക്യാരക്ടറില്ല. അത് ചെയ്തായിരുന്നു. അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. അത് ഭയങ്കര ഫേവറേറ്റ് ആണ് എനിക്ക്. പിന്നെ ഇനിയിപ്പോൾ ഒരു ഗുജറാത്തി മൂവി വരുന്നുണ്ട്. അത് നെക്സ്റ്റ് മന്ത് ഷൂട്ട് തുടങ്ങും. പപ്പ എന്നാണ് പേര്. ഗംഗപ്രസാദ് ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണ്. അത് ഗുജറാത്തിലാണ് ഷൂട്ടുള്ളത്. പിന്നെ ഇപ്പം കോപ്പങ്കിൾ കഴിഞ്ഞു. പിന്നെ ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കഴിഞ്ഞു. പിന്നെ വേറെ ഏതൊക്കെ ലാംഗ്വേജിലാണ് ചെയ്യുന്നത്? ഇനിയിപ്പോൾ തമിഴ് ഒരെണ്ണം നിൽപ്പുണ്ട്. തമിഴ് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. അതെന്ന് ഷൂട്ട് തുടങ്ങുന്ന അറിയില്ല. എൻ്റെ അടുത്ത് പറഞ്ഞത് ജൂലൈ ഓഗസ്റ്റ് ആവും തുടങ്ങുമെന്ന് പറഞ്ഞു. ഇപ്പം ഈ പറഞ്ഞ 2 ലാംഗ്വേജാണ് നിൽക്കുന്നത്. ഗുജറാത്തിയും അത് ഫിക്സ് ചെയ്തു, തമിഴും ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ഹിന്ദി നടക്കുന്നുണ്ട്, എനിക്ക് ഉറപ്പില്ല കേട്ടോ. അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിലാണ്. ഈ ഇപ്പോൾ ഒരു മലയാളം പടവും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവർ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ഹിന്ദി മൂവി വരുന്നുണ്ട്. അതിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നു. എനിക്കറിയില്ല അതെന്താവും എന്നുള്ളത്. കാരണം അതർ ലാംഗ്വേജ് ആയതുകൊണ്ടും ഇഷ്യൂസ് എനിക്കറിയില്ല എങ്ങനെയാണ് വരിക എന്നുള്ളത്. പിന്നെ ഇവർ ബാക്കിയിൽ പറഞ്ഞതേ ഉള്ളൂ, അപ്പം അറിയത്തില്ല. നമ്മൾ വേറെ ലാംഗ്വേജിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് മാമിനോട് അവിടുത്തെ ആൾക്കാരുടെ എനിക്ക് സംസാരിക്കേണ്ടി വരുന്നില്ലല്ലോ, ഫോട്ടോ എടുക്കാനേ ഉള്ളൂ. എന്നാലും നമ്മൾ അവരായിട്ട് ഇല്ല. ഞാൻ അറിയുന്നവരുടെ ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എല്ലാവരുമായിട്ടും കമ്പനിയാണ്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ബാക്കിലോട്ടാണ്. എനിക്ക് പ്രശ്നമാണ് അങ്ങനെ മിണ്ടാനായിട്ട്.
ഞാനിപ്പോൾ മിണ്ടി വന്നാലും അത് ആർട്ടിഫിഷ്യലായി പോകും. ചിലപ്പോൾ എന്നോട് പറയും. ഇപ്പം ഇപ്പം ഒരു സ്മാർട്ട് ഫോൺ പ്രണയം ആ മൂവിയിൽ ചെന്ന ടൈമിൽ അവിടെ ഞാൻ കേട്ടിട്ടുള്ള കമൻറ്റാണ്, എനിക്ക് ഭയങ്കര ജാടയാണ്, ഞാൻ മിണ്ടില്ല പൊതുവെ. അപ്പോൾ ഹേമന്തും പത്മരാജും വന്നപ്പോൾ ഞാൻ മിണ്ടി. കാരണം ഞാൻ മുമ്പ് സെലിബ്രിറ്റി ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവരൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇവരെ പേഴ്സണലി എനിക്കറിയുന്നതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ മിണ്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ആർട്ടിസ്റ്റിനോട് മാത്രമേ മിണ്ടത്തുള്ളൂ. അവർക്കും അറിയില്ല, ഞങ്ങൾക്ക് അറിയാം എന്നുള്ളത്. പിന്നീട് ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് ആക്ച്വലി അവരുടെ ഫ്രണ്ട്സാണ്, എനിക്ക് പേഴ്സണലി അറിയുന്ന എന്നുവെച്ചാൽ ഞങ്ങൾ ഫോൺ വിളിക്കുന്നതാണ്, മെസ്സേജ് അയക്കുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ സംസാരിച്ചതാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് ഞാൻ ഇവരോട് മാത്രമേ മിണ്ടത്തുള്ളൂ. അന്ന് അവിടെ വേറെ ആർട്ടിസ്റ്റാണ്, ഞാൻ അവരോട് മിണ്ടിയിട്ടില്ല. അപ്പം ഒന്ന് കംഫർട്ട് ആവാൻ ചിലപ്പോൾ ഒരു 1 വീക്ക് എടുക്കാം, ചിലപ്പോൾ അടുത്ത ഷെഡ്യൂളിലായിരിക്കാം. എനിക്ക് അത്രയും കംഫർട്ട് ആവുന്നതാണെങ്കിൽ ഭയങ്കര കമ്പനിയായ. ഇപ്പം ലാസ്റ്റ് കോപ്പങ്കൾ അതിൻ്റെ ഡയറക്ടറാണെങ്കിലും അസോസിയേറ്റ്സ് ആണെങ്കിലും എല്ലാവരും എൻ്റെ ഫ്രണ്ട് സർക്കിളാണ്. ധ്യാൻ്റെ ടീമാണ്, ധ്യാൻ സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്ന മൂവിയാണ്. അപ്പോൾ മുഴുവനും ലവ് ആഷൻ തമ്മിൽ ഉണ്ടായിരുന്ന ടീമായതുകൊണ്ട് എൻ്റെ കംഫർട്ട് സോണാണ്. അപ്പം ഞാനവിടെ മാക്സിമം അടിച്ചു പൊളിച്ച് നടക്കും. അതല്ലാതെ വരുമ്പോഴത്തേക്കും ഒന്ന് പറയില്ല കേട്ടോ, പൊതുവെ മിണ്ടാനൊക്കെ. ഇപ്പോൾ ഇനിയിപ്പോൾ മാമിനോട് ചോദിക്കാനുള്ളത് യോഷ മാമിൻ്റെ വുമൺ എംപവർമെൻറ്റ് മ്യൂസിക്കൽ ഡോക്യുമെൻ്ററി, എന്ത് കോൺട്രിബ്യൂഷനാണ് മാം ആ ഒരു ഡോക്യുമെൻ്ററിയിൽ മാം കൊടുത്തിരിക്കുന്നത്? അതും എനിക്ക് ചെയ്തിട്ടുള്ള, ഞാൻ ബാക്കിയൊക്കെ വെറുതെ തട്ടിക്കൂട്ടി ചെയ്ത സാധനങ്ങളാണ് ഇത്. പക്ഷേ ഇതിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവാം. ഇപ്പോൾ ടെക്നിക്കലി നോക്കുവാണെങ്കിൽ എഡിറ്റിങ്ങിൽ മിസ്റ്റേക്സ് ഉണ്ടാവാം, ക്യാമറ വെച്ചതിൽ മിസ്റ്റേക്സ് ഉണ്ടാവാം. ഇതിലൊരു ക്യാമറമാൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ അവർ 180 ക്രോസ് ചെയ്തു, അങ്ങനെയുള്ള മിസ്റ്റേക്സ് എന്തായാലും ഉണ്ടാവാം. അതുപോലെ എഡിറ്റിംഗ് നോക്കുവാണെങ്കിൽ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ പേഴ്സണലി എനിക്കത് ഭയങ്കര ഇഷ്ടം എന്നെ സംബന്ധിച്ച്. കാരണം ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ലേഡീസ് അത്രയും ഇതായിട്ടുള്ളൊരു എല്ലാ ഫീൽഡിലും ഇപ്പം ഉണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ വർഷവും ചിലപ്പോൾ ഞാൻ കാണാറുണ്ട് ഇങ്ങനെ വുമൻസ് ഡേ സ്പെഷ്യലായിട്ട് ചിലപ്പോൾ ഒരു സോങ് ഉണ്ടാവാം, അത് അവർ തന്നെ പാടുന്നതായിരിക്കാം. അതിലൊരു സ്പെഷ്യാലിറ്റി ഞാൻ വലുതായിട്ട് കാണുന്നില്ല. ചിലപ്പോൾ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇത് അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് വേണം. അപ്പോൾ തുടക്കം അങ്ങനെയല്ല ചിന്തിച്ചത്. തുടക്കം നമ്മുടെ ഫ്രണ്ടാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ചെയ്തത്, ചാന്ദിനി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ ചെയ്തപ്പോൾ ശരി, അവൾ സിംഗർ കൂടിയാണല്ലോ, അപ്പം അവൾ പാടുന്നത് തന്നെ വെച്ച് ചെയ്തിട്ട് ബാക്കിൽ കുറേ വിഷ്വൽസ് പോവാം എന്നുള്ള. പിന്നെ അത് ഇങ്ങനെ ആലോചിച്ച് നമ്മൾ പിന്നെ ഒരു കാര്യം ചെയ്യണമെന്ന് ചിന്തിച്ചാൽ അത് തന്നെ രാത്രി ഒന്നും ഉറക്കില്ലാതെ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഇപ്പോൾ ഒരു ചേച്ചി ക്ലീൻ ചെയ്യുന്നതാണെങ്കിൽ അവരുടെ അടുത്ത് നിന്നിട്ടുള്ളൊരു ഇത് അങ്ങനെ തുടക്കം കാണിക്കാന്നുള്ള ഇതിലട്ടെ ഫുൾ അങ്ങനെ തന്നെ ഓരോരോ ജോലി. പിന്നെ ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോഴത്തേക്കും അതിൽ ഞാൻ സെലിബ്രിറ്റീസിനെ ആരെങ്കിലും ആക്ട് ചെയ്യിക്കാനാണ് വിചാരിച്ചത്. എൻ്റെ മൈൻഡിൽ പ്രയാഗമായിരുന്നു എന്നുണ്ടായിരുന്നത്. അപ്പോൾ അവൾ ഓൾറെഡി ഇതുപോലൊരു സാധനം ചെയ്ത്, ഇതല്ല വേറൊരു ഹരി പിന്നാർ ഇതിന് വേണ്ടിയിട്ട് പ്രയാഗ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് എനിക്കറിയാം പ്രയാഗൻ്റെ പണ്ട് മുതലേ ഷൂട്ട് കണ്ടിന്യൂസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി എപ്പോഴും സംസാരിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു ആളുടെ അടുത്ത്. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനിയത്തിനെ ഞാൻ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ വെച്ചാൽ ഒരു റിയൽ ക്യാരക്ടറിനെ കൊണ്ടുവന്നാലോ എന്ന് വിചാരിച്ചു. എനിക്ക് ക്യാമറക്ക് മുന്നിൽ വരാൻ കുറച്ച് ഷൈയാണ്. അപ്പോൾ ഞാൻ തന്നെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ ചെയ്തതിൽ നടക്കില്ല, എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വേറൊരു റിയൽ ലേഡി ഫോട്ടോഗ്രാഫറെ കൊണ്ടുവരാം എന്നുള്ളൊരിത്. അപ്പോഴാണ് ഞാൻ ഈ കുട്ടീനെ കണ്ടത്. അപ്പോൾ അവൾ ഡെഫാണ്. അപ്പോൾ പക്ഷേ ഫോട്ടോഗ്രാഫറാണ്, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ബാഡ്മിൻ്റൺ പ്ലെയറാണ് നാഷണൽ ലെവലിൽ, പിന്നെ നന്നായിട്ട് വരയ്ക്കും, ആർട്ടിസ്റ്റാണ്, ഡാൻസറാണ്. അപ്പോൾ കുറേ ടാലൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി. അപ്പോൾ റിയലായിട്ടൊരു ക്യാരക്ടറിനെ എന്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റും എന്നെനിക്ക് തോന്നി. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഓരോ ക്യാരക്ടറിനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവളെ ഇൻസ്പയർ ചെയ്യുന്ന ആ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം നമ്മൾ ഇപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ പവിത്ര ഇറങ്ങിയ ഇവിടെ നിന്ന് പാസ് ചെയ്ത് പോകുന്നു, ഇന്നത്തെ ഒരു ദിവസം നോക്കിയാൽ പവിത്രക്ക് ഇൻസ്പയർ ആവുന്ന കുറേ ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? അതാണ് എൻ്റെ മൈൻഡിൽ തോന്നിയത്. അങ്ങനെ വെച്ചാൽ ഇപ്പോൾ റോഡിൽ ക്ലീൻ ചെയ്യുന്ന, ഇപ്പം നമ്മളൊക്കെ എന്താ പറയുക വാഷ്റൂം പോകുമ്പോൾ പോലും നമ്മളെന്താ ചിന്തിക്കുക, കുറേ ഇതുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാരെ കുറിച്ചും ചിന്തിച്ച് നോക്കിയേ. അവർക്കും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നില്ല, പക്ഷെ അവരുടെ ജീവിത സാഹചര്യമല്ലേ അവർ ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് അടുത്തത് ഇവരെയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എല്ലാവരെയും മാക്സിമം കൊള്ളിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ മാക്സിമം എനിക്ക് പറ്റുന്ന എല്ലാ പ്രൊഫഷനെയും ആൾക്കാരെ കണക്ട് ചെയ്തു. എനിക്കൊന്ന് ബേസിക്കലി എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പാടുണ്ടായിരുന്നത് വീണയൊക്കെ നന്നായിരുന്നു. ബാക്കി എല്ലാവരും റീച്ചബിൾ. ഇപ്പം അതിൽ സാന്ദ്രയുണ്ട്, അതെനിക്ക് കുറച്ചുകൂടി റീച്ചാണ്, കുഴപ്പമില്ല ഈ ഫീൽഡ് ആയതുകൊണ്ട്.
പിന്നെ ലഞ്ചിച്ചിനെ എനിക്കറിയാം. ലഞ്ചിച്ചിയാണ് എനിക്ക് കൂടുതൽ ഞാൻ ഈ കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ സജഷൻസ് ഒക്കെ തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ലഞ്ചിച്ചിനെയും കുഴപ്പമുണ്ടായിരുന്നില്ല. ഷാൽജ ടീച്ചറിനെ പോലും എനിക്ക് കെയർ ഓഫ് കണക്ഷൻ ഉള്ളത് കൊണ്ട് അങ്ങനെ സെറ്റാക്കി തന്നു. പക്ഷേ ബീനക്കണ്ണ മാമിനെ കണക്ട് ചെയ്യാൻ കുറച്ച് ഞാൻ പാടുപെട്ടായിരുന്നു. ബാക്കിയെല്ലാം എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, കുറച്ചും കൂടി ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ചെയ്തു. കൺസെപ്റ്റ് കഴിഞ്ഞപ്പോൾ നേരെ ഡയറക്ഷൻ ചെയ്തു, ക്യാമറ ചെയ്തു, എഡിറ്റിംഗ് ചെയ്തു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എല്ലാം കൂടി ചെയ്തു. പിന്നെ ടെക്നീഷ്യൻസും ലേഡീസാണ് മുഴുവൻ. അങ്ങനെ എന്തായാലും ലേഡീസ് ഒന്ന് അത്രയും ലേഡീസ് ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ എന്തുകൊണ്ട് പുറകിലും കൂടി കൊണ്ടുവരാം. ഇഷ്ടം പോലെ എല്ലാ ഫീൽഡിലും അതിലുള്ള എല്ലാവരും എല്ലാ ഫീൽഡിലും ഉള്ളവർ. അപ്പം അത്രയും ആൾക്കാർ മുന്നിലും വരുമ്പോൾ പിന്നിലും അതിനുള്ള ആൾക്കാർ നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ. ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ഇപ്പോൾ ഒരുപാട് വ്യക്തികൾ ഇതിലുണ്ട് ഈ ഒരു ആൽബത്തിൽ. അവരുടെയൊക്കെ ആ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു ഈ പ്രൊജക്റ്റിൽ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ? അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇപ്പം അതിൽ ഡോക്ടറുണ്ട്, ഇപ്പോഴും എന്നോട് പറയും ഈ വർഷം ഒന്നും ചെയ്യുന്നില്ല, ഈ വർഷം എന്നോട് ചോദിക്കുമായിരുന്നു. ഇപ്പോഴും അവർക്ക് ഭയങ്കര, കാരണം ഞാൻ അവിടെ ഒരിക്കലും എന്താണ് ആണുങ്ങളെ ഒരിക്കലും താഴ്ത്തിയിട്ടില്ല. ഞാൻ അതിൽ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഏതൊരു പെൺകുട്ടി, അത് ആരുടെ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരാണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും അവരുടെ സക്സസ്സിന് പിന്നിൽ ഒരാണിനെ സംബന്ധിച്ച് പെണ്ണും പെണ്ണിനെ സംബന്ധിച്ച് ആണുമുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം എൻ്റെ ബ്രദർ സപ്പോർട്ട് ചെയ്തില്ല, വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല അല്ല. അപ്പം അതിൽ എന്താ പറയുക, ബീനക്കണ്ണ മാം 2 മക്കൾ സപ്പോർട്ടുണ്ട്. അതിലൊരു ചേച്ചിയുണ്ട് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നത്, ഡീപ് സീയിൽ പോകുന്ന ഏക ലേഡിയാണിത്. അപ്പം ആ ചേച്ചിയെ സംബന്ധിച്ച് ചേച്ചിയുടെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ആണുങ്ങളെ നമ്മളെ പെൺപിള്ളേരും മാക്സിമം സപ്പോർട്ട് ചെയ്യല്ലോ. ഇപ്പോൾ വൈഫായിട്ടാണെങ്കിലും പെങ്ങളായിട്ടാണെങ്കിലും ഒക്കെ. അതും കൂടി ഞാൻ മെൻഷൻ ചെയ്തപ്പോഴത്തേക്കും ചിലവർക്കൊക്കെ ഈ ഫെമിനിസം വരും എന്നുള്ളൊരു സാധനം ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഒരു ഇതും കൂടി പറഞ്ഞപ്പോൾ അവർ ഓ ഇങ്ങനെയാണല്ലോ നിങ്ങൾ ചിന്തിക്കുന്നേ. അപ്പോൾ അവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരും ചോദിച്ചു, ഇപ്പോൾ ഈ കഴിഞ്ഞ മൊമെൻറ്റ്സിലേക്കും ചോദിച്ചു, ഒന്നും ഇറങ്ങണില്ലേ പുതിയതായിട്ട്? അതപ്പോൾ തോന്നി. പിന്നെ ഇനി അതേപോലെ മാറ്റം ചിന്തിക്കാതെ വെറുതെ ഞാനൊരു സാധനം ചെയ്തിട്ട് കാര്യമില്ല, അതിന് നല്ല ചെയ്യാതിരിക്കുന്നതാണ്. ഇപ്പം ഈ ഒരു പേര് യോഷ, അതെങ്ങനെയാണ് ഒരു പേര്? അത് യോഷ എന്ന് വെച്ചാൽ സ്ത്രീ, അത് മലയാളം വേർഡ് തന്നെയാണ് യോഷ എന്നുള്ളത്. അത് ഞാൻ ഞാൻ പറയാം, എനിക്ക് ഇങ്ങനെ ഒബ്സർവേഷനും ഇങ്ങനെയുള്ള കുറേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും ഇഷ്ടമാണ്. വായനയൊന്നുമില്ല, പക്ഷെ ചിന്തയൊക്കെ നോക്കും, യൂട്യൂബിലൊക്കെ നോക്കും. അപ്പം ഞാനിങ്ങനെ സ്ത്രീ എന്ന് പറഞ്ഞടിച്ചിട്ട് അതിൻ്റെ ഇത് ഫുൾ നോക്കി എന്തൊക്കെയാണ് ഉള്ള വരണേന്നുള്ളത്. സിനോപ്സിസ് ഫുൾ നോക്കിയപ്പോഴത്തേക്കും യോഷ ഉണ്ട്. യോഷ കണ്ടപ്പോഴത്തേക്കും ആൺകുട്ടിക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈക്വൽ ഇത് അതാണ്. അപ്പം ഞാൻ നോക്കി പറ്റിയ പേര് ഇത് തന്നെയാണ്, അങ്ങനെ എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ പേരുകൾ നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടമായിട്ട് സെലക്ട് ചെയ്ത് ഞാൻ മാറ്റി മൈൻഡിൽ വെച്ചു. എന്നിട്ട് എനിക്കറിയുന്ന കുറച്ച് ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവരും ഇത് തന്നെയാണ് സെലക്ട് ചെയ്തത്. ഇപ്പോൾ മാം എന്ത് വർക്ക് ചെയ്താലും നമ്മുടെ വുമൺ എംപവർമെന്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് മാം മെയിൻലി അത് അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അല്ലാതെ എനിക്ക് ചിലപ്പോൾ എൻ്റെ മൈൻഡിൽ ഉള്ളത് കൊണ്ടാവണം അറിയാതെ വന്നു പോകുന്നതാണ്. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു, ഇപ്പം ഞാൻ പറഞ്ഞ എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രൊഫഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൺപിള്ളേരുടെ കൂടെയാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഞാൻ വെഡ്ഡിങ് ചെയ്യുമ്പോൾ ഞാൻ മാത്രമേ എൻ്റെ ടീമിൽ ലേഡി ഉണ്ടാവുള്ളൂ, ബാക്കി മുഴുവൻ ആണുങ്ങളാണ്. അവരത്രയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് വർക്ക് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ വരും. എനിക്ക് ലേഡീസിനെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവല്ലേ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ സ്ട്രഗിൾ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. പല അവസരങ്ങളിലും ഇപ്പം മൂവീസിലും എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് ഒരു പെൺകുട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അതിപ്പോൾ എൻ്റെ സെയിം ഫീൽഡാണെങ്കിൽ പോലും കേട്ടോ. ഇപ്പോൾ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ പോലും ചില സമയത്ത് ഇപ്പം അദീന എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, അവൾ കാലിക്കട്ടാണ്, അവൾക്ക് അസിസ്റ്റൻ്റ് ചെയ്യണം പറഞ്ഞിട്ടുണ്ടായി. അപ്പം എനിക്ക് ഓക്കെ ആവുന്ന ആൾക്കാരാണ്. കാരണം ഞാൻ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പണി മേടിച്ച് തിരിച്ചു വരാറുണ്ട് പെൺകുട്ടികളുടെ നിന്ന്, പെൺപിള്ളേരുടെ കയ്യിൽ നിന്ന്. ഇപ്പോൾ ധ്യാനം എടുത്തപ്പോഴും പറയുന്നുണ്ട്, ഇന്ന് കണ്ട നാളെ നിനക്ക് അവൾ അനിയത്തിയോ ഫ്രണ്ടോ, ഞാൻ അങ്ങനെയാണ്. അപ്പം ഞാനത് പണി മേടിക്കാറുണ്ട് കേട്ടോ എല്ലാവരുടെ ഇരുന്ന്. സ്ഥിരമായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, ഇപ്പം ശീലമാണ്. അപ്പോൾ ഇന്നലെ കൂടി ഞാൻ ആരോടോ സംസാരിച്ചപ്പോൾ ഞാനിത് പറയുമായിരുന്നു ആ കാര്യം. അപ്പോൾ ആ കുട്ടി എനിക്ക് കംഫർട്ടാണ്. മിക്ക ലോങ് വർക്കൊക്കെ ഇപ്പോൾ ചെന്നൈ അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരുമ്പോഴത്തേക്കും ഹൈദരാബാദ് ഞാൻ അതിനെ കൊണ്ടുപോയിരുന്നു. മാക്സിമം അങ്ങനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അതങ്ങനെ ആയി പോകുന്നതാവാം. We'll be back after a short break.
ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം മാം, ഇപ്പോൾ ഫോട്ടോഗ്രാഫി ആണെങ്കിലും ശരി, ഡയറക്ഷൻ ആണെങ്കിലും ശരി, ഇപ്പോൾ വുമൺ എംപവർമെൻറ്റിനാണല്ലോ നമ്മൾ മെയിൻലി നോക്കുന്നത്. എങ്ങനെ നമ്മുടെ സൊസൈറ്റിയിലേക്ക് ആ ഒരു ഇത് എത്തിക്കാൻ പറ്റുന്നുണ്ടെന്ന് മാമിന് തോന്നിയിട്ടുണ്ടോ? അതിൻ്റെ തീർച്ചയായിട്ടും. ഇപ്പം യോഷ ഞാൻ ഈ ഇതിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെയർ ചെയ്തപ്പോഴത്തേക്കും പുതിയതായിട്ട് പരിചയപ്പെട്ട എന്നുവെച്ചാൽ ഞാൻ നമ്മൾ ഇപ്പം എന്താ പറയുക, പവിത്ര, ഞാൻ അല്ലെങ്കിൽ ഗൗരി, അങ്ങനെ ഈ സർക്കിൾ ഇത് നമ്മളിവിടെ നിൽക്കുന്ന ആൾക്കാരല്ലേ, നമ്മൾക്ക് കുറച്ചും കൂടിയും പബ്ലിക്കിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് കുറച്ച് കണക്ഷൻസ് ഉണ്ട് പബ്ലിക്കായിട്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത കുറേ ഫാമിലീസ് ഉണ്ട്. ഹസ്ബൻഡ് കല്യാണമൊക്കെ കഴിച്ചിട്ട് ഉള്ള കുറേ ഫാമിലീസ്. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ, അവർക്കുള്ള മോട്ടിവേഷൻസ് അതോ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പരിചയപ്പെട്ട് വരുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും പലതരത്തിലുള്ള ആൾക്കാരെ പരിചയപ്പെടുമല്ലോ. അപ്പം അങ്ങനെയുള്ള ഫാമിലിയായിട്ട് ഒതുങ്ങി നിൽക്കുന്നവരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് ഇപ്പോൾ വീട്ടിലിരുന്നൊരു കാര്യം ചെയ്യാനാണെങ്കിൽ പോലും അവർക്കത് പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് കണ്ടൊരു കുട്ടി എനിക്ക് ഈ ടൈമിലാണ്, ഈ ലാസ്റ്റ് വുമൻസ് ഡേയുടെ ടൈമിൽ ഞാൻ വേറെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അതിനെ ഷെയർ ചെയ്തു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ നല്ല വർക്കാണ്, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു, ഇങ്ങനെ ഫീൽ ചെയ്തു. അപ്പം എനിക്ക് സന്തോഷം വരും. കാരണം ഇത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന്, ബാക്കിയുള്ളവരിൽ നിന്നേക്കും. കാരണം ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവായതുകൊണ്ട് അവർക്കത് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യും. ഇത് മാം നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ദുബായിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. മാമിന് എന്ത് ഡിഫറൻസാണ് ഫീൽ ചെയ്തിരിക്കുന്നത് ആസ് എ വുമൻ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ? അങ്ങനെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ കൾച്ചറാണ് അല്ല. ഇപ്പം ഇവിടെയും ഉണ്ട്. ഇപ്പം മുസ്ലിം വെഡ്ഡിങ്സ് ചിലത് വരുമ്പോഴത്തേക്കും ഇവിടെയും ലേഡീസിൻ്റെ ഭാഗത്തേക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ സജസ്റ്റ് ചെയ്യും. എനിക്ക് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ഓൺ വർക്ക്സ് ആയിരുന്നു അധികം ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് അതിന് മാത്രം വർക്ക് ഉണ്ടായിരുന്നു. ആ ടൈമിൽ എക്സ്പോസിങ് ചെയ്യും. അപ്പോൾ അത് ഈ പറയണ പോലെ മുസ്ലിം വർക്കിനെയാണ് എന്നെ വിളിക്കുന്നത്. അവർ ഫോട്ടോ എടുത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഈ പറയണ പോലെ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, ആണുങ്ങൾക്ക് പ്രവേശനം ഉണ്ടാവില്ല. കുറച്ച് ഓർത്തഡോക്സ് ഫാമിലീസ്, അതും ഈ മലബാർ ഏരിയ ആ ഭാഗത്ത് കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കങ്ങനെ വ്യത്യാസം ദുബായിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് രണ്ടും സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ധാർവാദ് പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറെ കൾച്ചറാണ്, അവരുടെ സ്റ്റൈലും. അതാണ് ഇപ്പൊ ചെന്നൈ വെഡിങ് എടുക്കുമ്പോഴും ഇപ്പൊ ചിലതൊക്കെ 4 മണിക്കൊക്കെ വെഡിങ് ഉണ്ട്, 4 മണിക്കൊക്കെ വെഡിങ് തുടങ്ങിയിട്ട്. അപ്പൊ ഞാനൊരു എക്സ്പോസിംഗ് വർക്കിന് പോയിട്ടുണ്ടായിരുന്നു, കോയമ്പത്തൂരായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് 2 മണിയപ്പോൾ കിടന്ന് ഉറങ്ങിക്കോളാം പറഞ്ഞു. അവര് രാവിലെ എണീക്കണം, ബാക്കി ഇനിയുള്ളത് ഞങ്ങൾ കവർ ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അലാറം വെച്ചിട്ട് 4 മണിക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ അവർക്ക് ഒരു മണിക്കൂർ ബ്രേക്ക് കിട്ടിയതാണ്. ആ 1 മണിക്കൂറിൽ ഞാൻ റെഡിയായിരിക്കുക. അപ്പം ഇവരെന്നെ വിളിക്കുന്നേ ഇല്ല. ഞാനിവിടെ താഴെ കൊട്ട് കേൾക്കുന്നുണ്ട് അതിൻ്റെ. അപ്പം ഞാൻ താഴോട്ട് പോയപ്പോഴത്തേക്കും ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നുമില്ല, ഫംഗ്ഷൻ അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുക. ഇവരുറങ്ങിപ്പോയി. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അവർ 2 മണിക്ക് എന്നോട് ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ 3:30 പോയിട്ട് ഉറങ്ങിയിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ചില സിറ്റുവേഷൻസിൽ, അത് മനുഷ്യന്മാരല്ലേ, നമുക്കും ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പല ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് കാണാൻ പറ്റും. അതുപോലെ ധാർവാദിലെ വെഡിങ്ങിനാണ് ഇങ്ങനെ നല്ല ചൂട് വെള്ളം കൊച്ചിൻ്റെ തല കൊണ്ട് പുക ഇങ്ങനെ പകരും, ഇതാവുണ്ട് എന്നുവെച്ചാൽ മഞ്ഞളൊക്കെ തേച്ചിട്ടേ. അങ്ങനെ കുറേ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് കാണാൻ പറ്റും നമുക്ക്. നല്ല രസം എന്തൊക്കെ കാണുമ്പോൾ അതിശയ ആദ്യമായിട്ട് കാണുമ്പോഴേ. ഇപ്പോൾ അതുപോലെ തന്നെ മാം ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടില്ലേ, അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയും. ഷോർട്ട് ഫിലിം ഞാൻ വെറുതെ തട്ടിക്കൂട്ടി ചെയ്യുന്ന വലിയ സംഭവമായിട്ടൊന്നും. ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിംസൊക്കെ വെറുതെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് അവർക്ക് അങ്ങനെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ്. ഞാൻ പറയാം, എനിക്കൊരു മൂവിയുടെ കാര്യങ്ങളാണ് ഇപ്പം നടക്കുന്നത്. അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ചിലപ്പോൾ ഈ വർഷം തന്നെ ഷൂട്ട് തുടങ്ങിയുള്ളത്. എനിക്കധികവും അറിയില്ല, പറഞ്ഞൊരു പടം തേടീസായി പോകുന്നുണ്ട്. ഇല്ല, ഇതിപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ആയിട്ട് വേറെ ആളാണ്. ഞാൻ കോറേറ്ററായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആളെ എഴുതിയേക്കുന്നത് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡാണ്. ഫീമെയിൽ ഓറിയൻറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. അങ്ങനെ ഒരു വുമൺ എംപവർമെൻറ്റ് സാധനമൊന്നുമല്ല, പക്ഷെ അധികം ഫീമെയിൽ ടൈപ്പാണ്. അതാണ്. ഞാനപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ആരോ പറയണ്ടായി, നീ ഒന്ന് മാറ്റി പിടിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ്. ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ വേറെ സബ്ജക്റ്റ് എഴുതുന്നുണ്ട്, അതും എവിടേക്കോ ഒരു കണക്ഷൻ അങ്ങനെ വരുന്നുണ്ട്. അതെന്തറിയോ, ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നതും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ ക്യാരക്ടർ ഇൻസ്പയർ ആവുമല്ലോ. അപ്പം നമ്മളത് മൈൻഡിൽ കിടപ്പുണ്ടാവും. അപ്പം ചിലപ്പോൾ ആ ക്യാരക്ടറിനെ വെച്ചിട്ടായിരിക്കും. എനിക്ക് പുതിയൊരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സാധനം എഴുതാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. ബേസിക്കലി എനിക്കറിയില്ല അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ഉള്ളത് പറയാം. പക്ഷേ
ഒരു ഇൻസിഡൻറ്റ് ഇപ്പം എൻ്റെ ഒരു സുഹൃത്തായിട്ട് ഒരു ഇൻസിഡൻറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് കൊള്ളാലോ, അതാണ് ഞാൻ കഥയായിട്ട് എഴുതിയത്. അപ്പോൾ അതിങ്ങനെ ഡെവലപ്പ് ചെയ്തപ്പോഴത്തേക്കും പുള്ളി വേറൊരു ദിവസം ഒരു മർഡർ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സെക്കൻഡ് ഹാഫ് ഇതാക്കിയാലോ, അങ്ങനെ ഞാൻ അത് അടിയും. അങ്ങനെ റിയൽ ഇൻസിഡൻസ് ആരെങ്കിലും പറയുമ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് സ്റ്റോറി ആയിട്ട് പറയുന്നതല്ല. നമ്മളിപ്പോൾ നോർമലി എടി കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പറയുന്ന സാധനം അതിൽ നിന്നാണ് ഞാൻ എഴുതുന്നത്. ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ്. ഇപ്പൊ മാം ഈ ഒരു ഫീൽഡിലാവുമ്പോൾ തന്നെ നമുക്കറിയാം സോഷ്യൽ മീഡിയ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. എങ്ങനെയാണ് അത് മാമിന് ഹെൽപ്പ് ചെയ്യുന്നത്? എനിക്ക് തീരെ ഹെൽപ്പില്ലാത്തൊരു ഇതാണ് സോഷ്യൽ മീഡിയ. കാരണം ഞാൻ അതിൽ ആക്റ്റീവ് അല്ല. ഒന്നാമത്തെ കാര്യം അത് ഭയങ്കര മടിയാണ്. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പോൾ എന്നെ ചീത്ത പറയാൻ തുടങ്ങി. മീൻസ് ബേസിക്കലി എല്ലാവരും വർക്ക് എടുക്കുന്ന സോഷ്യൽ മീഡിയ എന്നാണ്. എനിക്ക് വർക്കില്ലാത്തതും സോഷ്യൽ മീഡിയയിലാണ്. ഞാൻ അതിൽ ആക്റ്റീവ് തീരെ അല്ല. എൻ്റെ പേജ് എടുത്ത് നോക്കിയാൽ അറിയാം. ഒരു പണ്ടെന്നോ തുടങ്ങിയ പേജിൽ ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇട്ടാൽ ആക്റ്റീവ് ആവില്ല. കാരണം അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. ഞാൻ ഇന്ന് ഇട്ടാൽ പിന്നെ ഇനി 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇടുക. ഇപ്പോഴാണ് ഞാൻ വെറുതെ ഫോട്ടോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെഡ് പേജസ് ആണ് രണ്ടും. ഞാനിങ്ങനെ യൂസ് ചെയ്ത് ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഈ ഷൂട്ട് തുടങ്ങിയ ടൈമിൽ ഇപ്പം ഞാൻ പറഞ്ഞ ധ്യാൻ്റെ മൂവി ഉണ്ടായിരുന്നു, കോപ്പങ്ങൾ എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായി ടൈറ്റിൽ. അപ്പോൾ ആ മൂവിയുടെ ടൈമിൽ നമ്മൾ റീൽസ് ഇടാൻ തുടങ്ങി. അത് റീൽസ് ഇട്ടപ്പോഴത്തേക്കും ഞാൻ വെഡ്ഡിങ് നിർത്തി മൂവിയിലോട്ട് മാറി. അപ്പോൾ സോഷ്യൽ മീഡിയ ബേസിക്കലി എനിക്ക് നെഗറ്റീവാണ് ഫുള്ള്. ഇപ്പം മാം ചെയ്യുന്നില്ല സോഷ്യൽ മീഡിയ? ഇല്ല, ഉണ്ട്. എന്നാലും അതാ പറഞ്ഞിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ റീൽ ഇടും, മൂവി ഇടാം. അപ്പോഴത്തേക്കും ആൾക്കാർ ചിന്തിക്കുന്നത് എന്താ, ഞാൻ വെഡ്ഡിങ് നിർത്തി മൂവിയിലോട്ട് മാറി. അപ്പോൾ അതെനിക്ക് വെഡ്ഡിങ് വർക്ക് വരില്ല. അത് പ്രശ്നം. ഇപ്പൊ നമുക്കറിയാം ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരോട് മാമിന് എന്താ പറയാനുള്ളത്? ഞാനിപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണത്. അതിപ്പോൾ എൻ്റെ സെയിം ഫീൽഡാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യും. അത് ഏത് ജോലി, ഇപ്പോൾ ഇന്ന ഫീൽഡ് എന്നൊന്നും ഞാൻ പറയണില്ല. ഇപ്പോൾ ചെറിയൊരു എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ കൊള്ളാം എന്നും പറഞ്ഞ് എന്നെ വിളിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യലേ ഉള്ളൂ. അപ്പം നമുക്കൊരു ലൈഫേ ഉള്ളൂ. അത് എങ്ങനെയെന്ന് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഇപ്പോൾ കൊറോണയും ഇതെല്ലാം വന്നിരിക്കുന്നത് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തിട്ടല്ലോ. ഞാൻ അതിൽ കണ്ടൊരു കാര്യമോ ഫസ്റ്റ് ന്യൂസിൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നതാണ്. അമേരിക്കയിൽ ഒരു ഡോക്ടറിന് പഠിക്കുന്ന ഒരു മാം മരിച്ചത്. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഓർമ്മയിലുള്ള ഫസ്റ്റ് കേസ് അതാണ്. ആൾ മരിച്ച്. അപ്പോൾ ആളുടെ ബോഡി വീട്ടുകാർക്കും കാണാൻ പറ്റില്ല. ആ അവസ്ഥ ഭയങ്കര മോശമാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. കുറേ കാര്യം വെച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ലിമിറ്റിനപ്പുറം മാറിയിരിക്കാൻ പറ്റില്ല. ലോങ് വർക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്നത്, അതിപ്പോൾ വീട്ടിൽ ഹൗസ് വൈഫായിട്ടിരിക്കണമെങ്കിൽ അത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജോലി ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത്, എന്താണോ ലൈഫിൽ ഹാപ്പിനെസ് തരുന്നത്, ആ പ്രൊഫഷൻ ആയിക്കോട്ടെ, ട്രാവൽ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അറ്റ് പ്രസൻ്റ്ലി നടക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് പോവുക. നാളെ എന്തെന്നുള്ളത് നമുക്കാർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ മാം, ഇത്രയും നേരം മാമിൻ്റെ ഈ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്തതിൽ ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മുടെ ദി വൺ ആൻഡ് ഓൺലി ഷീയുടെ പ്രേക്ഷകരോട് മാമിന് എന്താ പറയാനുള്ളത്? ചാനൽ കാണുക, പ്രോഗ്രാംസ് കാണുക, സപ്പോർട്ട് ചെയ്യുക മാക്സിമം. നിങ്ങളുടെ ചാനൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ വർക്ക് ചെയ്ത ചാനലാണിത്. അപ്പോൾ എനിക്ക് ഒരു ഇമോഷൻ എന്തായാലും ഈ ചാനലിനോട് തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ലൈഫിൽ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ദി വൺ ആൻഡ് ഓൺലി ഷെയർ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു സ്പെഷ്യൽ ഗസ്റ്റുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം പവിത്ര.